ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 22 ബുധനാഴ്ചയാണ്. നിഫ്റ്റി 24,500 മുകളിലായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാർച്ച് 5-ാം തീയതിക്ക് ശേഷം ഇത് ആദ്യമായിട്ടാണ് നിഫ്റ്റി 24,500 മുകളിൽ ക്ലോസ് ചെയ്യുന്നതും. നിഫ്റ്റിയേക്കാൾ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചത് ബാങ്ക് നിഫ്റ്റി ആയിരുന്നു. നിഫ്റ്റി 1% ഉയർന്നപ്പോൾ ബാങ്ക് നിഫ്റ്റി 1.4% നേട്ടമാണ് ഇന്നലെ ഉണ്ടാക്കിയത്. ഇന്നലെ ഇന്ത്യൻ വിപണി നല്ല പോസിറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോഴും അതിനുശേഷം ഗിഫ്റ്റ് നിഫ്റ്റി വലിയ ഇടിവിലേക്കാണ് പോയത്. ഇന്നലത്തെ ഇടിവിൻ്റെ കാരണം നോക്കുകയാണെങ്കിൽ സീസ് ഫയർ ഇന്ന് അവസാനിക്കാനിരിക്കുകയാണ്. ഈ ഒരു വാർത്തകൾക്കൊക്കെ ശേഷം വീണ്ടും അമേരിക്ക ഇറാനുമായുള്ള സീസ് ഫയർ തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഒരു വാർത്തയെ തുടർന്ന് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഡൗ ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിലാണ്. ഇന്നലെ ഡൗ ജോൺസ് ക്ലോസ് ചെയ്യുന്നത് 0.59% ഇടിവിലായിരുന്നു. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.12% ഇടിവിൽ ട്രേഡ് ചെയ്യുമ്പോൾ കോസ്പി മാർക്കറ്റ് 0.15% ഇടിവിലാണുള്ളത്. ഇനി ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 24,420 എന്ന നിലയിലാണ്. 155 പോയിൻറ്റ്സ് ഇടിഞ്ഞാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7 മണിയാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് 159 പോയിൻറ്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് ഇന്ന് നിഫ്റ്റിയിൽ സാധ്യതയുള്ളത്. ഇന്ന് ഫോക്കസിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള കുറച്ച് സ്റ്റോക്കുകളിലേക്ക് വരാം. ആദ്യം നെസ്ലെ ഇന്ത്യ. മാർച്ച് ക്വാർട്ടറിൽ നെസ്ലെ ഇന്ത്യയുടെ വിപണി പ്രതീക്ഷകളെ മറികടന്നിട്ടുള്ള ഒരു ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ കമ്പനികളുടെ പ്രൊഡക്ട്സ് ആയിട്ടുള്ള മാഗി നൂഡിൽസ്, മഞ്ച് ചോക്ലേറ്റ്, നെസ്കഫെ തുടങ്ങിയവയുടെ ശക്തമായിട്ടുള്ള ഡിമാൻഡ് ഇവയുടെ വളർച്ചയ്ക്ക് വളരെയധികം ഗുണകരമായി. Q4ൽ നെറ്റ് പ്രോഫിറ്റിൽ 26% ഉയർച്ചയാണ് കാണുന്നത്. 1,114 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. ബ്ലൂംബർഗ് എസ്റ്റിമേറ്റ് ആയിട്ട് പുറത്തു വന്നിരുന്നത് 926 കോടി രൂപയായിരുന്നു. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 22.6% ഇയർ ഓൺ ഇയറിലെ വളർച്ചയാണ് കാണിച്ചിരിക്കുന്നത്. 6,748 കോടി രൂപയായിട്ടാണ് റവന്യൂ Q4ൽ പുറത്തു വന്നത്. അതായത് നെറ്റ് പ്രോഫിറ്റിലും റവന്യൂവിലും എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്യുന്ന ഒരു റിസൾട്ട് തന്നെയാണ് നെസ്ലയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം കൂടിയുള്ളത്, കഴിഞ്ഞ 10 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന ആഭ്യന്തര വിൽപ്പനയും കമ്പനി രേഖപ്പെടുത്തി. 6,445 കോടി രൂപയായിട്ടാണ് ഇപ്പോൾ സെയിൽസ് രേഖപ്പെടുത്തിയത്. ഇന്നലെ HCL ടെക്നോളജീസിൻ്റെ റിസൾട്ടാണ് പുറത്തു വന്നിരുന്നത്. എന്നാൽ എസ്റ്റിമേറ്റുകളെ മീറ്റ് ചെയ്യുന്ന ഒരു റിസൾട്ട് അല്ല പുറത്തു വന്നത്. പ്രത്യേകിച്ച് ഗ്രോത്ത് ഗ്രൈഡൻസ് കുറവായിരുന്നു. ഫിനാൻഷ്യൽ ഇയർ 2027 റവന്യൂ ഗ്രോത്ത് 1 മുതൽ 4% പറഞ്ഞിരിക്കുന്നത്. IT സർവീസ് ഗ്രോത്ത് 1.5 മുതൽ 4.5% വരെ ആയിരിക്കും. ഇതുകൂടാതെ നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 4,488 കോടി രൂപയാണ്. ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിസിൽ 10% വർധനവ് രേഖപ്പെടുത്തി. റവന്യൂ ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് 33,981 കോടി രൂപയാണ്. ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിസിൽ 0.3% മാത്രം വർധനവാണ് വന്നിരിക്കുന്നത്. അതായത് റവന്യൂ എസ്റ്റിമേറ്റുകളെ മിസ് ചെയ്യുകയുണ്ടായി. നെറ്റ് പ്രോഫിറ്റും എസ്റ്റിമേറ്റുകളെ മീറ്റ് ചെയ്യുന്നതായിരുന്നില്ല. ഡോളർ റവന്യൂ ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിസിൽ 2.9% ഇടിവാണ് വന്നിരിക്കുന്നത്. ഇനി ഓപ്പറേറ്റിംഗ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എബിറ്റയുടെ ആയി പുറത്തു വന്നിരിക്കുന്ന 6,712 കോടി രൂപയാണ്. എസ്റ്റിമേറ്റിനേക്കാൾ താഴെയായിട്ടാണ് ഇപ്പോൾ എബിറ്റ പുറത്തു വന്നിരിക്കുന്നത്. കമ്പനിയുടെ CEO ചില പ്രശ്നങ്ങളായിട്ട് പറയുന്നത് ഇതൊക്കെയാണ്. ഡിസ്ക്രിഷണറി സ്പെൻഡിങ് കുറവാണ്. ക്ലയൻറ്റ് ഡിസിഷനിൽ ഡിലേ വരുന്നുണ്ട്. ടെലികോം സെക്ടറിൽ ഒരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. ഇനി ഗ്രോത്ത് ഫോക്കസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് സിഗ്നൽസായി കാണുന്നത് AI ബേസ്ഡ് സർവീസിൽ ഒരു സ്ട്രോങ് ഡിമാൻഡാണ് കാണുന്നത്. അഡ്വാൻസ്ഡ് AI റവന്യൂവിൽ നല്ല ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. 6.1% വർധനവ് ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിസിൽ വന്നിട്ടുണ്ട്. AI റവന്യൂ ഗ്രോത്ത് ടാർഗറ്റിലും 25 മുതൽ 30% വർധനവ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നു. കമ്പനി ഇൻട്രിം ഡിവിഡൻഡായി 24 രൂപയാണ് പ്രഖ്യാപിച്ചത്. റെക്കോർഡ് ഡേറ്റ് ഏപ്രിൽ 25-ഉം പേയ്മെൻറ്റ് ഡേറ്റ് മെയ് 5-ഉമാണ്. ഇനി നമ്മുടെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം ഇടിയുകയുണ്ടായി. പ്രത്യേകിച്ച് US മാർക്കറ്റുകൾ ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ് 1.13% ഇടിവുണ്ടാക്കി. വിപ്രോ 0.47% ഇടിവാണ് ഉണ്ടാക്കിയത്. ബാങ്കിങ് സൈഡിൽ HDFC ബാങ്ക് 0.49% ഇടിഞ്ഞപ്പോൾ ICICI ബാങ്ക് 0.28% ഇടിവാണ് ഉണ്ടാക്കിയത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസാണ് കൂടുതൽ നഷ്ടമുണ്ടാക്കിയത്. 2.5% ഇടിഞ്ഞു. ഇന്നലെ US ഉം ഇറാനും തമ്മിലുള്ള
സീസ് ഫയർ ഡെഡ് ലൈൻ അടുത്തതോടെ യൂറോപ്യൻ യൂണിയനുകളും ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. പക്ഷേ ഇന്നലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും വന്ന ഒരു പ്രസ്താവന ഡെഡ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന US ഫ്യൂച്ചേഴ്സ് നേട്ടത്തിലാണ്. ഇതൊക്കെയാണ് ഗ്ലോബൽ മാർക്കറ്റുകളെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മുടെ ട്രേഡിംഗ് കോഴ്സിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ബിഗിനേഴ്സിന് മുതൽ അഡ്വാൻസ്ഡ് വരെയുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു അവസരം ഇപ്പോൾ ഇവിടെ ഒരുങ്ങുകയാണ്. ഈ കോഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ച്, കൂടാതെ ചാർട്ട് അനാലിസിസ്, ഓപ്ഷൻ ട്രേഡിംഗ്, അത് ബേസിക് മുതലുള്ള കാര്യങ്ങൾ, കൂടാതെ സ്ട്രാറ്റജി ബിൽഡിംഗ്, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് സ്ട്രാറ്റജികൾ നമ്മൾ ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓപ്ഷൻ ട്രേഡിംഗ്, ഓപ്ഷൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ എന്നിവയെല്ലാം നമ്മൾ ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യേണ്ടവർക്ക് ഇപ്പോൾ തന്നെ തൊട്ടുമുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇനി ചില പ്രധാനപ്പെട്ട റിസൾട്ടുകളിലേക്കാണ്. ആദ്യം ടാറ്റ LXI പ്രോഫിറ്റിൽ 27.8% വർധനവാണ് കമ്പനി രേഖപ്പെടുത്തിയത്. 220.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 9.4% വർധനവ് രേഖപ്പെടുത്തി. 993.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത് ഇയർ ഓൺ ഇയറിൽ. ബോർഡ് ഫൈനൽ ഡിവിഡൻ്റായിട്ട് 75 രൂപയാണ് പ്രഖ്യാപിച്ചത്. അടുത്തത് CNT DLM എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 27.7% ഇടിവ് വന്നു. 22.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 13.8% ഇടിവ് വന്നപ്പോൾ 369.1 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി 361 WAM എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 16.8% വർധനവാണ് വന്നിരിക്കുന്നത്. 292 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 28.1% വർധനവ് വന്നു. 835 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ബോർഡ് ഇൻട്രിം ഡിവിഡൻ്റായി 6 രൂപയാണ് പ്രഖ്യാപിച്ചത്. അടുത്ത പേഴ്സിസ്റ്റൻറ്റ് സിസ്റ്റംസ് എന്ന കമ്പനി. പ്രോഫിറ്റിൽ 33.7% വർധനവ് വന്നു. 529.3 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 25.1% വർധനവ് വന്നു. 4055.9 കോടി രൂപയിലാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇയർ ഓൺ ഇയറിലെ കണക്കുകളാണ് ഈ പറയുന്നത്. എബിറ്റയിൽ 30.4% വർധനവ് വന്നു. 659.2 കോടി രൂപയിലാണ് എബിറ്റ ഉള്ളത്. ബോർഡ് ഡിവിഡൻ്റായി 18 രൂപയാണ് പ്രഖ്യാപിച്ചത്. മികച്ച ഒരു റിസൾട്ട് രേഖപ്പെടുത്തിയ മറ്റൊരു കമ്പനി സൺടെക് റിയാലിറ്റി ആയിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ 24.7% വർധനവ് വന്നു. 62.8 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 50.4 കോടി രൂപയായിരുന്നു പ്രോഫിറ്റായിട്ട് കമ്പനി റിപ്പോർട്ട് ചെയ്തത്. ഇനി റവന്യൂവിൽ 64.5% ശക്തമായിട്ടുള്ള വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. 339 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഇനി ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികളുടെ പേര് നോക്കാം. SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനി, ടെക് മഹീന്ദ്ര, ട്രെൻഡ്, ഭാരത് കുക്കിംഗ് കോൾ, ഡെൽറ്റ കോർപ്പ്, ഹാവൽസ് ഇന്ത്യ, L&T ടെക്നോളജി സർവീസസ്, മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ്, ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസ് സോഫ്റ്റ്വെയർ, സംഗം ഇന്ത്യ, ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് തുടങ്ങിയവയാണ്. ഇനി ഇന്ന് F&O സെഗ്മെൻറ്റിൽ ബാനായ സ്റ്റോക്ക് സെയിൽ മാത്രമാണ്. അടുത്തത് FIDA ആക്ടിവിറ്റിയാണ്. FIS ഇന്നലെ 1919 കോടി രൂപയ്ക്കുള്ള വലിയ സെല്ലിംഗ് തന്നെയാണ് നടത്തിയത്. DIS ആവട്ടെ 2221 കോടി രൂപയ്ക്ക് ക്യാഷ് മാർക്കറ്റിൽ ബൈ ചെയ്തു. ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ആദ്യം 24,576-ൽ 212 പോയിൻറ്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു 24,500 മുകളിലായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് ഇന്നലെ വെച്ചിട്ടുണ്ട്. നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സോൺ, നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്ന ആ ഒരു സോൺ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ മുൻപേ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. 24,420 മുതൽ 24,575 വരെയുള്ള ആ ഒരു സോണിനുള്ളിലായിട്ട് തന്നെയാണ് ഏകദേശം നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ ഈ ഒരു സോണിൽ ഒരു കൺസോൾട്ടേഷനുള്ള സാധ്യതയോ അല്ലെങ്കിൽ ഒരു അപ്വേർഡിലേക്കുള്ള ഒരു മൂവ്മെൻറ്റിനുള്ള സാധ്യതകളും ഒക്കെ കാണാനുണ്ട്. ഇനി ഡൗൺ സൈഡിലാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡൗൺ സൈഡിലെ ഈ ഒരു സോണുമാണ്. ഇതൊക്കെയാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളായി വരുന്നത്. കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകളിൽ ആദ്യത്തേത് 25,000 അതിനുശേഷം 24,600 പിന്നീട് 24,800 അതായത് ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,600 ഇനി കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന കോൾ സൈഡിലെ സ്ട്രൈക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം 24,500 അതിനുശേഷം 24,400 അതിനുശേഷം 24,200 ഒരു സപ്പോർട്ടാവാൻ സാധ്യതയുള്ളത് 24,500 ബാങ്ക് നിഫ്റ്റിയിലേക്ക് 57,371-ൽ 789 പോയിൻറ്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു നിഫ്റ്റിയേക്കാൾ കൂടുതൽ പെർഫോം ചെയ്തത് ഇന്നലെ ബാങ്ക് നിഫ്റ്റി ആയിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ നല്ല പെർഫോമൻസ് നടത്തിയ ICICI ബാങ്ക്, HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക് തുടങ്ങിയവയായിരുന്നു. ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു സോണിനരികെയായിട്ടാണുള്ളത്. 57,340 മുതൽ
650 വരെയുള്ള ഈ ഒരു സോണിന് ഉള്ളിൽ ക്ലോസിംഗ് ഇന്നലെ വെക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു സോണിന് അരികിലായിട്ടാണുള്ളത്. ഇനി ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെയാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സംബന്ധിച്ച് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളായിട്ട് വരുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.